ഇന്ധനവില വീണ്ടും ഉയരുകയാണ്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില $3 ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ലിറ്ററിന് $104 രാജ്യത്ത് ഇന്ധനവില ഉടൻ വർദ്ധിച്ചേക്കും. പെട്രോളിനും ഡീസലിനും $5 വരെ കൂടിയേക്കാമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്കുകൾ. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, എണ്ണ കമ്പനികളെല്ലാം വലിയ സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണവില എന്നു വേണമെങ്കിലും കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷ, പക്ഷേ ആളുകളെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് ഇനിയും തള്ളിവിടുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും റോഷ്നി, കഴിഞ്ഞ എത്രയോ മാസങ്ങളായി പശ്ചിമേഷ്യ ഒരു അശാന്തിയുടെ നിഴലിലൂടെ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ട് എന്നല്ലാതെ ഇപ്പോഴും ആശങ്കയുടെ നിഴലിൽ തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഒരു യുദ്ധഭീതി ആ മേഖലയിൽ ഉടലെടുത്തത്. കാരണം ഇറാൻ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അമേരിക്ക തള്ളുകയും യുദ്ധവുമായി മുന്നോട്ട് പോകും എന്ന് ഇസ്രയേൽ ആവർത്തിക്കുകയും ചെയ്തതോടെ ഏറ്റവും ഒടുവിൽ ആഗോള അന്തർദേശീയ വിപണിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവുണ്ടായി $104 വീണ്ടും എത്തിയെന്നുള്ളതാണ്. അവിടുത്തെ സാഹചര്യം അനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകളാണ് കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മൾ കാണുന്നത്. ഇത് എല്ലാ രാജ്യങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയാണ് ഇപ്പോൾ പ്രധാനമായും പശ്ചിമേഷ്യയിലെ തർക്കങ്ങൾ എത്തി നിൽക്കുന്നത്. അവിടുത്തെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കണം എന്ന് ഇറാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ നാവിക ഉപരോധം നീക്കാൻ ഇതുവരെ അമേരിക്ക തയ്യാറായിട്ടുമില്ല. പല രാജ്യങ്ങളുടെയും നിരവധി ചരക്ക് കപ്പലുകൾ ഹോർമൂസിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോൾ അവിടെ ഉള്ള ചരക്ക് കപ്പലുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സാഹചര്യം മാറാതെ ഇപ്പോഴത്തെ പ്രതിസന്ധി നീങ്ങുകയുമില്ല. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം തങ്ങൾ അനുഭവിക്കുന്നതായി എണ്ണ കമ്പനികളൊക്കെ വലിയ സമ്മർദ്ദം സർക്കാരുകൾക്ക് മേൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 30,000 കോടിയുടെ നഷ്ടമുണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, സമ്മർദ്ദം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പെട്രോളിനും ഡീസലിനും ഒക്കെ ഒരു വില വർധനവ് അനിവാര്യമാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതിനോട് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. ശരി, സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.